PSG ചാമ്പ്യൻസ് ലീഗ് കിരീട വിജയത്തിന് പിന്നാലെ പാരീസ് നഗരത്തിലെ വിവിധയിടങ്ങളിൽ വൻ സംഘർഷം. ആരാധകരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘർഷത്തിലേക്ക് വഴിമാറിയതോടെ നഗരം കലാപകലുഷിതമായി. 2 പേർ മരിച്ചതായും 500-ലേറെ പേർക്ക് പരിക്കേറ്റതുമായാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്യുന്നത്. 17-കാരനും 23-കാരനുമാണ് കൊല്ലപ്പെട്ടത്. നിരവധി വാഹനങ്ങൾ കത്തിച്ചു. 600-ലേറെ പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിരീട വിജയം ആഘോഷിക്കുന്നതിനായി പാരീസിലെ തെരുവുകളിൽ പതിനായിരങ്ങളാണ് ഒത്തുകൂടിയത്. PSG ആധികാരിക ഫൈനൽ വിജയത്തിന് പിന്നാലെ ആരാധകർ നഗരത്തിൽ വൻ ആഘോഷ പ്രകടനങ്ങൾ നടത്തി. എന്നാൽ ആരാധകരുടെ ഈ അതിരുകടന്ന ആഹ്ലാദ പ്രകടനങ്ങൾ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 50,000-ഓളം പേരാണ് സ്റ്റേഡിയങ്ങൾക്ക് പുറത്ത് സ്ക്രീനുകളിൽ മത്സരം വീക്ഷിച്ചത്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ആഘോഷ പ്രകടനങ്ങൾക്കിടയിൽ ക്രിമിനലുകൾ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയായിരുന്നുവെന്നാണ് ഫ്രഞ്ച് മന്ത്രിയായ ബ്രൂണോ റിട്ടാല്യു പ്രതികരിച്ചത്. 1000-ഓളം ക്രിമിനലുകൾ ഷോപ്പുകൾ കൊള്ളയടിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥരെയും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.